റിയാസ് മൗലവിയുടെ കുടുംബം, അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും കോടതി വിധി വളരെ പ്രതീക്ഷയിലാണ് കാത്തിരുന്നത്. പക്ഷേ എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന വിധിയാണ് ഉണ്ടായത്. പ്രോസിക്യൂഷനും പോലീസും ഒത്തുകളിച്ചു എന്ന് പറയുന്നവർ, പോലീസും പ്രോസിക്യൂഷനും ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള എഫർട്ട് കാണാതെ പോവുകയാണ്. നന്നായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ വരെ മാനസികമായി തളരുന്ന സ്ഥിതിയാണ് ഇതിലൂടെ ഉണ്ടാവുക. ജില്ലാ കോടതിയുടെ വിധി അന്തിമ വിധിയല്ല. ആ വിധിക്കെതിരായിട്ട് അപ്പീൽ പോകാം. സർക്കാർ ആ കാര്യം ഗൗരവപൂർവം തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വേണ്ടതുപോലെ നടക്കും. ഡോക്ടർ ശ്രീനിവാസൻ നേതൃത്വം നൽകിയ അന്വേഷണ സംഘം പ്രോസിക്യൂഷനുമായി ഒത്തുകളിച്ചു എന്നാണല്ലോ ഇപ്പോൾ ലീഗ് നേതാക്കന്മാർ പറയുന്നത്. അങ്ങനെ ഒത്തുകളിച്ചു എങ്കിൽ ഡോക്ടർ ശ്രീനിവാസൻ അത്തരക്കാരനാവണമല്ലോ. ആ അഭിപ്രായം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്കുണ്ടോ? ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കുണ്ടോ? കാസർകോട്ടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കുണ്ടോ? പി ജയരാജനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതി വിധി പറഞ്ഞത് സമീപ ദിവസങ്ങളിലാണല്ലോ. ഒരാളൊഴികെ മറ്റെല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. പ്രോസിക്യൂഷനും പോലീസും തമ്മിൽ ഒത്തുകളിച്ചതുകൊണ്ടാണോ കോടതി അങ്ങനെ വെറുതെ വിട്ടത്? സർക്കാരിനെതിരായി നിരവധി കേസുകൾ കോടതിയിലെത്തി സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പല സന്ദർഭങ്ങളിലും വിധികൾ ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം സർക്കാർ ആ കേസിൽ താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണോ? പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം ഒത്തുകളിച്ചു എന്നുള്ളതാണോ? സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ കുറച്ചുകൂടി അവധാനതയോടെയുള്ള നിലപാടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ആളുകൾ എടുക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ അതിൽ നിന്ന് തീർത്തും ഭിന്നമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് വന്നിരിക്കുന്നത്. ഡോക്ടർ ശ്രീനിവാസൻ ഹൈദരാബാദിലാണിപ്പോൾ ഉള്ളത്. അദ്ദേഹം ഈ കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് സ്വന്തം ചെലവിൽ കാസർഗോട്ടെത്തി. അദ്ദേഹമൊക്കെ വളരെ നിരാശനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷണം യാതൊരു തരത്തിലുള്ള പഴുതും കൊടുക്കാതെയാണ് നടത്തിയത്. എന്നിട്ടും ഇങ്ങനെ വിധി ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഈ വിധി അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടാനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും കാസർഗോട്ട് റിയാസ് മൗലവിയുടെ മുമ്പ് വധിക്കപ്പെട്ട ആളുകളുടെ കേസിൻ്റെ കാര്യത്തിൽ UDF കാണിച്ചിട്ടില്ല. ആ കാര്യം കാസർഗോട്ടെ എല്ലാവർക്കും അറിയാം. പോലീസിൻ്റെ ഭാഗത്തോ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തോ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തോ എന്തെങ്കിലും തരത്തിലുള്ള പിഴവ് ഉണ്ടായിട്ടുള്ളതായി റിയാസ് മൗലവിയുടെ ഭാര്യയോ കുടുംബമോ പറഞ്ഞിട്ടില്ല. ഹാരിസ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി. അദ്ദേഹം ഇന്നലെ പത്രക്കാരോട് പറഞ്ഞത് പോലീസും സർക്കാരും നന്നായി സഹകരിച്ചിട്ടുണ്ട് എന്നാണ്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ്.
റിയാസ് മൗലവിയുടെ ഭാര്യയും കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കെ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിൻ്റെയും അനവസരത്തിലുള്ള അസംബന്ധം എഴുന്നള്ളിച്ചത് എന്ത് വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. അവരുടെ അബദ്ധം തിരുത്തി റിയാസ് മൗലവിയുടെ കുടുംബത്തോട് കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ ഭാര്യയോട് സംഗതികൾ ആരാഞ്ഞ് ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തീർച്ചയായിട്ടും സർക്കാർ നൽകുമെന്ന് തന്നെയാണ് ബന്ധപ്പെട്ടവരിൽ നിന്നറിയാൻ കഴിഞ്ഞത്. കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഏതറ്റം വരെയും സർക്കാർ പോകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുമായി ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. DNA റിപ്പോർട്ട് അടക്കം അതിലുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. പ്രോസിക്യൂഷനും ഇത് സംബന്ധമായിട്ട് വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. ഗൂഢാലോചന കുറ്റം 3 ആളുകൾ ചെയ്ത കുറ്റമാണിത്. ആ 3 ആളുകൾ തമ്മിലാണ് ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്. നമ്മളൊരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരപ്പെടുക. അത്തരമൊരു സ്ഥിതി ഉണ്ടാകാത്തത് കൊണ്ടാകും. ഗൂഢാലോചന ഇല്ലാതെ ഇവിടെ കൊലപാതകങ്ങൾ നടക്കുന്നില്ലേ ഈ രാജ്യത്ത്? എല്ലാ കൊലപാതകങ്ങളുടെ പിന്നിലും ഗൂഢാലോചന വേണം എന്ന് നിഷ്കർഷത ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഗൂഢാലോചന നടത്തി കൊലപാതകം ചെയ്താലേ ശിക്ഷ കൊടുക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയുണ്ടോ?